നമസ്കാരം. നമസ്കാരം. തിരുപ്പറംകുന്றம் വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരികയാണ്. അതെ. സ്റ്റാലിൻ വളരെ പണിപ്പെട്ട് ഈ SDP ഒക്കെ വിളിച്ചു വരുത്തി അവിടെ മാംസാഹാര ബിരിയാണിയൊക്കെ വച്ചു കൊടുത്ത് കേവലം ഒരു 12-13 നൂറ്റാണ്ടിൽ വന്ന ഒരു ദർഗയുടെ പേരിൽ ആ ദർഗയുടെ വിശ്വാസങ്ങൾ മാത്രമേ തിരുപ്പറംകുന്றம் മുരുകൻ്റെ പ്രധാനപ്പെട്ട 6 വാസസ്ഥാനങ്ങളിൽ ഒന്നായി പറയപ്പെടുന്ന തിരുപ്പറംകുன்றത്ത് മറ്റ് ആചാരങ്ങളൊന്നും പാടില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. സ്റ്റാലിൻ അവരെയും വിളിച്ചുകൊണ്ട് നേരെ ഹൈക്കോടതിയിൽ പോയി. അദ്ദേഹം ഹൈക്കോടതി പിന്നെ മധുര ബെഞ്ചിലെത്തി, ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെത്തി, പിന്നീട് ഡിവിഷൻ ബെഞ്ചായി സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയിട്ടിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ? ഈ തിരുപ്പറംകുന്றம் ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ദീപത്തൂൺ, നമ്മളിവിടെ കൽവിളക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഒരു ദീപത്തൂണുണ്ട്. ഈ ക്ഷേത്രത്തിനടുത്താണ്. ഈ ക്ഷേത്രത്തിന് സമീപം ഇതൊരു വളരെ ഉയരം കൂടിയ ചില മലകൾ ഉള്ളൊരു പ്രദേശമാണ്. മധുരയ്ക്ക് അടുത്താണിത് തിരുപ്പറംകുന്றம். അപ്പോൾ അവിടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയുടെ തൊട്ടടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്, മുരുകൻ കോവിൽ എന്നാണ് തമിഴർ പറയുന്നത്. അതിനടുത്തുള്ള ഒരു മലയിൽ ഒരു ദീപത്തൂണുണ്ട്. അവിടെ അതിനറിയപ്പെടുന്നത് തന്നെ കാർത്തിക സ്തംഭം എന്നാണ്. നമുക്കറിയാം മുരുകനും ഈ വൃശ്ചികമാസത്തിലെ കാർത്തികയും ഒക്കെ ആയിട്ട് ചേർന്ന് വരുന്ന ഉത്സവങ്ങൾ വളരെ കാർത്തിക നാൾ തന്നെ മുരുകൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കാർത്തിക സ്തംഭത്തിൽ ദീപം തെളിയിക്കുക എന്നൊരു ചടങ്ങ് ഈ മുരുക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് തിരുപ്പറംകുன்றത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇതിങ്ങനെ നിലനിന്ന് പോകണം. ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇവർ 12-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ടെന്നൊക്കെ ഇവർ പറയും. പക്ഷേ അല്ല, ദർഗ അതിനും ശേഷമാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇത് 6-ാം നൂറ്റാണ്ടിനേക്കാൾ പഴക്കം ഇതിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത്തരം പഠനങ്ങളൊക്കെ എവിടെയൊക്കെയോ ലോപിച്ചു പോവുകയും ഇങ്ങനെ 12-ാം നൂറ്റാണ്ട് മുതൽ എന്നുള്ള ഒരു ഇത് വരികയും ചെയ്തു. അങ്ങനെയൊന്നുമല്ല, അതിനേക്കാളും ഒക്കെ പഴക്കമുണ്ട്. ഒരു സഹസ്രാബ്ദങ്ങളുടെ പഴക്കം പോലും വേണമെങ്കിൽ അതിന് കൽപ്പിക്കാം. ഒരു പക്ഷേ ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന മാതൃകയിലായിരുന്നിരിക്കില്ല അന്ന് നിലനിന്നിരുന്നത്. പക്ഷേ ആയിരക്കണക്കിന് വർഷം, 1000-ത്തിനപ്പുറത്തേക്ക് പഴക്കം, 1000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പഴക്കം ഈ ഒരു ഈ തമിഴ്നാട്ടിലെ മുരുക ആരാധനയുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ കാലങ്ങളായിട്ട് അവിടെ ഈ ദീപത്തൂണിൽ പിന്നെ ദീപം തെളിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇത് കാർത്തിക ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ദീപം തെളിക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ അവിടെ തമിഴ്നാട്ടിൽ നമുക്കറിയാം, കേരളത്തിൽ NDF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നൊക്കെ അവർ വ്യാഖ്യാനിക്കുമെങ്കിൽ അതിൻ്റെ ശരിയായ പേര് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നാണ്. CPM-നെ നേരിടാൻ, CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തെ നേരിടാൻ മുസ്ലിം ലീഗിൽ നിന്ന് വിഘടിച്ചു പോയി ഈ അക്രമത്തിൻ്റെ മാർഗം തന്നെ സ്വീകരിച്ച ഒരു വിഭാഗമാണ്. അത് പിന്നീട് നല്ല ലക്ഷണമൊത്ത ഒരു തീവ്രവാദ സംഘടനയായിട്ട് മാറുകയും അത് പേര് മാറ്റി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്യുകയും ഒടുവിൽ സഹികെട്ട് കേന്ദ്ര സർക്കാർ അതിനെ നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം ആൾക്കാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്റ്റാലിൻ ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ വെറും 5% മുസ്ലിങ്ങളെ ഉള്ളൂ. പക്ഷേ 5% മുസ്ലിങ്ങൾ ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ അവരുടെ വോട്ട് അതൊരു വോട്ട് ബാങ്കാണ്. കാരണം അത് ഒരുമിച്ച് ഒരു ചിഹ്നത്തിൽ വീഴുന്ന വോട്ടാണ്. ആ വോട്ട് സമ്പൂർണ്ണമായിട്ടും DMK-ക്ക് SDP-യുടെ ചിറകിലേറിയാണ് സ്റ്റാലിൻ ഭരണത്തിലെത്തിയതെന്ന് അവർ തന്നെ അവർ പറയാറുണ്ട്. അത് SDPI പറയാറുണ്ട്. പക്ഷേ DMK അതിനെക്കുറിച്ച് മറുപടി ഒന്നും പറയാറില്ല. അങ്ങനെ അപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ സഖ്യകക്ഷിയാണല്ലോ. അത് സഖ്യകക്ഷിയാണ്, SDP അവരുടെ സഖ്യകക്ഷിയാണ്. അപ്പോൾ DMK-യുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു വശത്ത് ഈ പറയുന്ന SDPI പോലെയുള്ള മുസ്ലിം വോട്ട് ബാങ്ക്, മറുവശത്ത് ദളിത് വോട്ട്. അപ്പോൾ ഈ ദളിത് ക്രിസ്ത്യൻ അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ, അവശ്യ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുണ്ട്. പിന്നെ അവരുടെ കയ്യിൽ OBC വോട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തമിഴ്നാട് പിടിക്കാനുള്ള ഒരു കളിയായിരുന്നു സ്റ്റാലിൻ നടത്തിയത്. പക്ഷേ ആ കളി അദ്ദേഹം തോറ്റുപോയി. അത് വിജയ് അദ്ദേഹത്തെ മലർത്തി അടിച്ചു ഗോതയിൽ എന്ന് പറയുന്നതാവും ശരി. ഇരിക്കട്ടെ. അപ്പോൾ അന്ന് ഈ വിഷയം ഉണ്ടാകുന്നത് ഏതാണ്ട് 7-8 മാസം, കുറേ നാളുകൾക്ക് മുമ്പാണ്. അന്ന് ഈ ഭക്തർ, അതായത് ഒരു ദിവസം രാവിലെ ഈ മധുര SP-യുടെ നേതൃത്വത്തിൽ മധുര കളക്ടറുടെ ഉത്തരവ് വരികയാണ്.
തിരുപ്പുറക്കുണ്ട്രത്തെ ദീപത്തൂണിൽ ഇനി മുതൽ ദീപം തെളിക്കാൻ പാടില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഈ ദീപത്തൂൺ സ്ഥിതി ചെയ്യുന്ന മലയിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ധാരാളം മുസ്ലിം ഭക്തർ വരുന്നുണ്ട്. അവർക്ക് ഇത് ഹറാമാണ്. അതായത് ഈ ദീപം തെളിക്കുന്നതും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർക്ക് ഹറാമാണ്. അതുകൊണ്ട് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകും, ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബംഗാളില് ഇവര് തിട്ടൂരം അത് മമത പറഞ്ഞ അതേ ഭാഷ, മമതയുടെ അതേ ഭാഷയാണ് സ്റ്റാലിനും കടമെടുത്തത്. അതുകൊണ്ട് അവിടെ നമ്മുടെ നമ്മുടെ നവരാത്രി ഘോഷയാത്ര തടയാൻ വേണ്ടിയിട്ട്, രാമനവമി തടയാൻ വേണ്ടിയിട്ടൊക്കെ മമത പറഞ്ഞ അതേ ന്യായം, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്തൂടെ ഈ ഘോഷയാത്ര പോയാൽ അവിടെ സംഘർഷം ഉണ്ടാകും, കലാപം ഉണ്ടാകും എന്നൊക്കെ മമത പറഞ്ഞ അതേ ടോണിലാണ്, അതേ ഭാഷയിലാണ് സ്റ്റാലിനും സംസാരിച്ചത്, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. അപ്പോൾ ഭക്തരെന്ത് ചെയ്തു? ദീപത്തൂൺ, അതുകൊണ്ട് ദീപത്തൂണിൽ ദീപം തെളിക്കാൻ പറ്റില്ല, അതിനെ നിരോധിച്ചു. ജില്ലാ ഭരണകൂടത്തെ കൊണ്ട് അതിനെ നിരോധിപ്പിച്ചു. അപ്പോൾ അവർ ഭക്തർ കോടതിയിൽ പോയി, മധുര സിംഗിൾ ബെഞ്ചിൽ പോയി. അവിടെ ജസ്റ്റിസ് സ്വാമിനാഥനാണ് ഈ കേസ് പരിഗണിച്ചത്. അദ്ദേഹത്തെ ഇവരെല്ലാം സംഖ്യയാക്കാനും ഒക്കെ വലിയ പരിശ്രമമൊക്കെ നടത്തി. പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് വിധി പറഞ്ഞു. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന ഒരു ആചാരം, അത് നിർത്താൻ, അത് അവസാനിപ്പിക്കാൻ, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് അധികാരമില്ല. കാരണം ഈ ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മൂർത്തി, ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഉപദേവന്മാരടക്കമുണ്ട്, ഇവരെല്ലാം ഈ ഡയറ്റീസ് എല്ലാം മൈനറാണ്. തന്ത്രിയാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. അപ്പോൾ ഈ മൈനറായിരിക്കുന്നവരുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം. നമ്മളങ്ങനെയാണല്ലോ, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ മൈനർ ആയതുകൊണ്ട് ഈ മൈനറുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം. ഇത് എത്രയോ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ദർഗ ഉണ്ടായി എന്ന് പറഞ്ഞ് എന്തോ ഒരു സ്കന്ദർ എന്ന പേരുള്ള ഒരാളുടെ, ഒരു മുസ്ലിം സന്യാസിയുടെ പേരിലുള്ള, സൂഫിയുടെ പേരിലുള്ള ദർഗയാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ ദർഗ അവിടെ ഉണ്ട് എന്ന് വച്ചിട്ട് കാലങ്ങളായിട്ട് തുടരുന്ന ഈ ആചാരം നിർത്തലാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇത് ജില്ലാ ഭരണകൂടം ഇതിന് എതിരായിട്ട് വാദിച്ചത്, അവിടെ ഇവർ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നുണ്ട്, അവിടെ ഈ ദർഗയിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഒക്കെ അവിടെ സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇതിന് വളരെ വിരുദ്ധമാണ്. മാത്രമല്ല ഇത് അവിടെ നിൽക്കുന്നത് അവരുടെ ആചാരങ്ങൾക്കും വിരുദ്ധമാണ്. അങ്ങനെ വിരുദ്ധമായ രണ്ട് ആചാരങ്ങൾ വരുമ്പോൾ അവർ ന്യൂനപക്ഷങ്ങളാണ്, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ആചാരം സംരക്ഷിക്കാനാണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ സ്വാമിനാഥൻ്റെ ബെഞ്ചിൽ മറുപടി കൊടുത്തത്. സ്വാമിനാഥൻ ചെവി തൂക്കിയെടുത്ത് ഇതിനെ ദൂരെ, വലിയ ആക്ഷേപങ്ങളാണ് ആ സമയത്ത്. മരുമകനാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുകയും ഇദ്ദേഹത്തെ ഒരു പ്രോ സംഘിയാക്കി, മാത്രമല്ല ഒരു ഹിന്ദു വർഗീയവാദിയാക്കി ഒരു ജഡ്ജി. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ഒരു ജഡ്ജിയെ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചിട്ട് പോലും അതിനെതിരെ ഒന്നും ഒരു നടപടിയും ഉണ്ടായില്ല. സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് ഞാൻ പറയണ. സത്യത്തിൽ സ്റ്റാലിൻ സർക്കാരിനെ അന്ന് തന്നെ പിരിച്ചുവിടാൻ 356 പ്രയോഗിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഈ കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ആചാരം ലഭ്യമായ ആർക്കിയോളജിക്കൽ പുരാവസ്തു രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞത് പുരാവസ്തു രേഖകളുടെ അപ്പുറത്തേക്ക് പഴയ തമിഴ് സാഹിത്യത്തിനെ കടമെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്, ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുന്നത്. വിശ്വാസം തന്നെ ഏകദേശം ഈ ഏർലി വേദിക് പീരീഡിൽ തന്നെ സ്കന്ദപുരാണത്തിന് 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. സ്കന്ദപുരാണം എന്ന കൃതി ആ രീതിയിൽ നമുക്ക് ലഭ്യമായിട്ട് ഈ ശൈവ വിശ്വാസം അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ചർച്ച വഴി മാറും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത്. നമ്മുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ശൈവ ആരാധനയുമായിട്ട് ഇത് ശങ്കരാചാര്യരുടെ കാലത്തോളം പഴക്കമുണ്ട്. വളരെ നമ്മുടെ ഈ തമിഴ് സിദ്ധ പരമ്പരയുമായിട്ട് അതിന് ബന്ധമുണ്ട്. തമിഴ് സിദ്ധ പരമ്പരയ്ക്ക് വെറും 1000 വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ
അവരോട് നമോവാകം പറയാനേ ഉള്ളൂ. തമിഴ് സിദ്ധ പരമ്പരയ്ക്ക് അതിനേക്കാളും ഒക്കെ വലിയ പഴക്കമുണ്ട്. വലിയ ഇവർ തന്നെയാണ് പറയുന്നത്, ഈ വേദങ്ങളെക്കാൾ പഴക്കം ഇവർക്കുണ്ട് ഈ തമിഴ് അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്ന കരുണാനിധി സ്റ്റാലിനും ഒക്കെ ആ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അവരാണ് ഇതിനെതിരെ, ഈ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് പഴക്കമുള്ള ആചാരത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വൈരുദ്ധ്യം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇവിടെ സ്വാമിനാഥൻ്റെ ബെഞ്ച് കൃത്യമായി വിധി പറഞ്ഞു, അവിടെ ദീപത്തൂണിൽ വിളക്ക് തെളിക്കാം, ഒരു പ്രശ്നവുമില്ല. ദർഗക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ മാറിപ്പോക്കോട്ടെ. പക്ഷേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആരാധനാലയവും പ്രാർത്ഥനാലയവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് നിയമത്തിൻ്റെ കണ്ണിൽ. നമുക്കിതെല്ലാം ഒന്നായിട്ട് തോന്നും, പക്ഷെ നിയമത്തിന് അങ്ങനെ ഒന്നായിട്ട് തോന്നില്ല. ക്ഷേത്രം ആരാധിക്കാനുള്ള സ്ഥലമാണ്. ഒരു മൂർത്തിയെ പ്രതിഷ്ഠിച്ച് ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തി ആ വിശ്വാസികൾ വന്ന് ആരാധിക്കുന്ന സ്ഥലമാണ്. അതേസമയം ഒരു മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ അങ്ങനത്തെ ആചാരങ്ങളുള്ള സ്ഥലമല്ല, അതൊരു പ്രാർത്ഥനാലയമാണ്. അപ്പോൾ ഇപ്പം നമാസ് നടത്തുന്നു, അത് എവിടെ വേണമെങ്കിലും നടത്താം. എവിടെ വേണമെങ്കിലും നടത്താമെന്ന് വെച്ചാൽ നടു റോഡിൽ ഇറങ്ങി നടത്താമെന്നല്ല. അതിന് പറഞ്ഞിരിക്കുന്ന, അതായത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് എവിടെയൊക്കെയാണോ അത് നടത്തപ്പെടേണ്ടത് അവിടെയൊക്കെ നടത്താം. അതിന് നമ്മളൊരു ക്ഷേത്രത്തിന് കൊടുക്കുന്ന പരിഗണന അതിന് കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ അങ്ങനത്തെ പ്രതിഷ്ഠയോ പൂജയോ കാര്യങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഭക്തർ വരുന്നു, അല്ലെങ്കിൽ വിശ്വാസികൾ വരുന്നു, അവർ നമാസ് ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും ഒരു പ്രഭാഷണം ഉണ്ടാകുന്നു, അത് പിരിയുന്നു. അതിനപ്പുറത്തേക്കുള്ളൊരു ആചാരാനുഷ്ഠാന രീതികൾ അവിടെ ഇല്ല. ക്രിസ്ത്യൻ പള്ളിയിലും ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. അവിടെ പിന്നെ കുർബാന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനം കുരിശുണ്ട്, ഇവർക്ക് അതുപോലും ഇല്ല. അല്ല, ഇവർക്ക് അതുപോലും ഇല്ല. അവിടെ അതൊക്കെയുണ്ട്, പക്ഷെ എങ്കിലും ക്ഷേത്രത്തിന് കൊടുക്കുന്ന പരിഗണന അതിന് കൊടുക്കാൻ പറ്റില്ല, അത് മറ്റൊരു തലത്തിലാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് സ്വാമിനാഥൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ ദീപം തെളിക്കാം. ഈ ഉത്തരവുമായിട്ട് വന്ന ഭക്തരെ പോലീസ് അടിച്ചോടിച്ചു. അത് വലിയ വിഷയമായി. ജില്ലാ ഭരണകൂടം കോടതി അലക്ഷ്യ നടപടിയിലേക്ക് കടന്നു. എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ അനുസരിക്കില്ല, കോടതി വിധി ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു ജില്ലാ ഭരണകൂടം പറയുകയാണ്. അപ്പോൾ അത് സ്വാമിനാഥൻ്റെ അടുക്കൽ വന്നു. സ്വാമിനാഥൻ അത് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ പോയി. ഇപ്പോൾ ഭക്തർ കേസുമായിട്ട് അവിടെ പോയി. അതായത് കോടതി അലക്ഷ്യമാണ്, ഈ കോടതി അലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരുമെന്ന് സ്വാമിനാഥൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. എന്നിട്ടും ഇത് അവിടെ പോയി മദ്രാസിൽ ചെന്നു. ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഇത് പരിഗണിച്ചിട്ട് സ്വാമിനാഥൻ്റെ വിധിയിൽ ഒരു തെറ്റുമില്ല, അതിനകത്ത് എന്തെങ്കിലും അഹിതമായതുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമായിരുന്നു. ഇത് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് സ്റ്റേ കൊടുത്തില്ല. കേസ് വിശദമായിട്ട് കേട്ടിട്ട് അവസാനം മറ്റവരുടെ വാദം തള്ളിക്കളഞ്ഞു. ഈ ദർഗയെ അനുകൂലിച്ച് പോയ ആൾക്കാരും ഉണ്ട്. സ്റ്റാലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ വക്കീലും അവിടെ ഉണ്ടായിരുന്നു. ആ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിട്ട് സ്വാമിനാഥൻ്റെ വിധി അതേപടി നടപ്പാക്കണം, ഇല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് കോടതി വിധിച്ചു. ഇപ്പോൾ അതിനെതിരെ ആണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല. സുപ്രീം കോടതി പറഞ്ഞു ദീപത്തൂണിൽ വിളക്ക് തെളിക്കാം, അതിന് ഒരു തടസ്സവുമില്ല. കേസ് നമുക്ക് വിശദമായിട്ട് വാദം കേൾക്കാം. അതിനകത്ത് എന്തെങ്കിലും സിവിൽ ഡിസ്പ്യൂട്ട് ഉണ്ടോ, ഈ സ്ഥലം ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വാദം കേൾക്കാം. പക്ഷേ ദീപത്തൂണിൽ തീർച്ചയായിട്ടും കാർത്തിക ദീപം തെളിക്കാം. കാർത്തിക സ്തംഭം അതിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കോടതി യാതൊരു സ്റ്റേയും ഇതിന് നൽകുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അല്ല, ഈ സ്റ്റേ കൊടുക്കാതെ മുന്നോട്ട് പോയിരിക്കുകയാണ് കേസ്. അല്ല, ഇനി അവർക്ക് സുപ്രീം കോടതിയിലെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? സുപ്രീം കോടതിയിലും ഇത് വിശ്വാസമൊന്നും വരില്ല. കാരണം ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഒരു വിഭാഗം നിൽക്കുകയാണ്. ഈ അവരുടെ രാഷ്ട്രീയ മോഹങ്ങളാണ് ഇതിന് ചിറക് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാ കാലത്തും ഇതിനെ ഇങ്ങനെ തോണ്ടി ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാർത്തിക ദീപം തെളിക്കുന്ന, കാർത്തിക സ്തംഭത്തിൽ കാർത്തിക ദീപം തെളിക്കുന്ന ദിവസം അവിടെ മറ്റെന്തെങ്കിലും ഒരു പരിപാടി വെക്കും. എന്നിട്ട് അന്ന് അവിടെ മത്സ്യമാംസാദികൾ വിളമ്പും. അപ്പോൾ ഇത് അവിടെ വരുന്ന ഭക്തരും, ഈ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തരും ഒക്കെ മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നവരായിരിക്കും. പക്ഷെ അവർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ ദിവസം അവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കുക, ഒരു സംഘർഷം സൃഷ്ടിക്കുക. ഇത് കൃത്യമായിട്ട് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചതിയൻ കുറുക്കൻ്റെ
ഒരു ശൈലിയാണ്. പക്ഷെ അവർ പരാജയപ്പെട്ടു പോയത് ആ. ഇവര് സാധാരണ ഇതിൽ തോറ്റു മടങ്ങുകയാണ് ചെയ്യുന്നത്. ഹിന്ദു മുന്നണിയുടെ ആൾക്കാരെയൊക്കെ നിരവധി ആൾക്കാരെ കഴുത്തറത്ത് കൊല്ലുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു ഈ പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂരിന്റെ ഒക്കെ അതെ അതെ ഭാഗത്ത്. അങ്ങനെ അല്ല, തെക്കൻ തമിഴ്നാട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും. ഈ നാർകോവിലിൽ പോലും അതെ സംഭവിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അത്തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തി നിർത്തുവാൻ വേണ്ടിയിട്ട് ഇപ്പോ അല്ല, ഇനി അതൊന്നും വിജയിക്കില്ല. ഇനി അതൊന്നും കാരണം ഒന്നാമത്തെ കാര്യം 2014 ഇന്ത്യയിൽ ഒരു വലിയ ഭരണമാറ്റം സംഭവിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് മുഴുവനും ഒരു ഹിന്ദുത്വത്തിന്റെ ഉണർവുണ്ടായിട്ടുണ്ട്. ആ ഉണർവ് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവരെ പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമൊക്കെ വന്നതോടുകൂടി അവർക്ക് അപകടം മനസ്സിലായി. പിന്നെ ഈ നാട്ടിൽ മര്യാദയ്ക്ക് അവനവൻ്റെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും. അവരെ സംബന്ധിച്ച് ഈ അനാവശ്യമായ ഈ പ്രശ്നങ്ങൾക്ക് പോകുന്നത് എന്തിനാണ്? പിന്നെ ഈ പറഞ്ഞ പോലെ ഫിയർ സൈക്കോളജിയാണ്. അതായത് നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ നാളെ പാർശ്വവൽക്കരിക്കപ്പെടും, നമ്മൾ രണ്ടാം തരം പൗരന്മാരാകും, നമ്മളെ അടിമകളാക്കും എന്നൊക്കെയുള്ള ഫോൾസ് പ്രൊപ്പഗാൻഡ സമൂഹത്തിൽ ഒരുപാട് നടത്തുന്നുണ്ട്. അതിലൂടെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇത്രയും വളർന്നത്. അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും, അതായത് ഇരവാദം, മറുവാദം, തീവ്രവാദം, ഭീകരവാദം, ഇങ്ങനെ പല വാദങ്ങളുണ്ട്. ഇതൊക്കെ ഉന്നയിച്ച് കുറേ ആൾക്കാർ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനവർ മതത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്, മതത്തിൽ ചില പ്രത്യേക ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനത്തെ ചില ഇതൊക്കെ നടത്തുന്നുണ്ട്. അത് ഇനി എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു തന്നെ. ഇത് ഇവര് ചരിത്രത്തിൽ നിന്ന് പോലും പഠിക്കുന്നില്ല. ഇപ്പോൾ ഈ ബിപിൻ ചന്ദ്രയുടെ ഒക്കെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിന്റെ അവസാന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്നതിന് ആവശ്യമില്ലാത്ത വെട്ടിമുറിച്ചപ്പോൾ ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുള്ള സമരങ്ങളെ കുത്തി നിറയ്ക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് താളം തുള്ളിക്കൊണ്ട് ഈ പ്രീണന നയത്തിലൂടെ കോൺഗ്രസ് തന്നെ മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം, രാഷ്ട്രീയക്കാരെല്ലാവരും ഈ പ്രീണന നയം തുടരും. ഇത് നാളെ കോൺഗ്രസ് ഇല്ലാതായി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് BJP-യിൽ ഒരു വിഭാഗം ഇത്തരം പ്രീണന നയവുമായിട്ട് വരും എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതിൻ്റെ ചില സൂചനകൾ ഇപ്പോഴേ ഉണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയമാണ്, നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നല്ല, ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നമുക്കത് പിന്നീട് വിശദമായിട്ട് ആ വിഷയം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഈ ദീപത്തൂണിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് ഒരു സ്റ്റേ കൊടുത്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മദ്രാസ് ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആ വിധി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ ജില്ലാ ഭരണകൂടം ഇടങ്കോലിടാൻ വരണ്ട എന്നാണ്. ഇപ്പോൾ സ്റ്റാലിൻ മാറി വിജയ് വന്നിട്ടും ഈ വിജയും ഇങ്ങനെ ഒരു സ്റ്റാലിൻ പോയ അതേ മാർഗത്തിൽ തന്നെയാണ് പോകാൻ ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു MLA, മധുരയുടെ MLA ആണെന്ന് VMS മുസ്തഫ എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നടത്തിയത്. അതെ, പിന്നീട് അവിടെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ, ഈ TVKയിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അതിനെതിരെ പ്രക്ഷോഭമൊക്കെ നടത്തി. അല്ല, അത് മനസ്സിലാക്കി വിജയ് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുത്താൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് നല്ലത്. അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. സുപ്രീം കോടതിയിൽ നിന്നുകൂടെ അനുകൂലമായ വിധി കിട്ടിയതോടുകൂടി ഭക്തർ വലിയ ആനന്ദലഹരിയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, മുരുകൻ്റെ അനുഗ്രഹം ലഭിച്ചതുപോലെയാണ് അവരതിനെ കാണുന്നത്. ഇനി അവിടെ ബാക്കി TVK ഗവൺമെൻറ്റും വിജയും മറ്റുള്ള ആൾക്കാരും ചേർന്ന് സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഉചിതമായി നടപ്പാക്കട്ടെ. അതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ.